ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊക്കെയും അറിയുന്ന ഒരു വിഷയമാണ്. ഒരു യാത്രക്കിടയിൽ വിശ്രമിക്കാൻ വേണ്ടിയിട്ട്, കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മരത്തിന്റെ ചുവട്ടിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വാട് താഴെ വെച്ച് റസൂലുള്ളാഹി പറഞ്ഞാണ്. അപ്പോ ഒരു ശത്രുവായ ഒരു മനുഷ്യൻ അവിടെ വന്നു. എന്നിട്ട് നബി തങ്ങളുടെ വാട് കയ്യിൽ പിടിച്ച് റസൂലുള്ളാഹി തങ്ങളെ ഉറക്കിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. മുസ്ലിം അല്ല, റസൂലുള്ളാഹി തങ്ങളെ ശത്രുത വെക്കുന്ന ഒരു മനുഷ്യനാണ്. റസൂലുള്ളാഹി തങ്ങൾ ഉറക്കിൽ നിന്ന് എണീക്കുമ്പോൾ മുന്നിൽ അവിടുത്തെ വാട് ഒരാൾ കയ്യിൽ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ മനുഷ്യൻ ചോദിച്ചു, യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദേ, ഇപ്പൊ നിന്റെ വാട് എന്റെ കയ്യിലാണ്, ഞാൻ നിന്നെ കൊല്ലാൻ വേണ്ടി പോവാണ്, നീ നിരായുധനാണ്, ആയുധമില്ല, നിന്റെ കയ്യിൽ ആയുധമുണ്ട്, ഞാനിപ്പോ നിന്നെ വകവരുത്താൻ വേണ്ടി പോവാണ്, ഇപ്പോൾ നിന്നെ ആര് രക്ഷിക്കും ചോദിച്ചു. നിന്നെ ആര് രക്ഷിക്കും? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈമാനിന്റെ ഉറവിടാണ്, അള്ളാഹുവിന്റെ ആളാണ്. ഹബീബായ തങ്ങൾ ഒറ്റ വാക്കാണ്, അല്ലാഹ് 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 എന്നെ വളച്ചോളം രക്ഷിക്കും. പറയുന്ന ആള്, വിളിക്കുന്ന ആള് അല്ലാഹ് എന്നെ വിളിച്ചാൽ ആരും പേടിച്ചു. ഇങ്ങനെ നമ്മുടെ വായിൽ വിളിക്കാണ്, ഉള്ളിൽ നിന്നിട്ട് ആ ഒരു ശബ്ദം, ഉള്ളിൽ നിന്നിട്ട് ആ ഒരു ശബ്ദം. പണ്ടൊക്കെ അങ്ങനെയാണ്, യുദ്ധത്തിനെല്ലാം പോകുമ്പോ അവരുടെ മുദ്രാവാക്യം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആ ശബ്ദം തന്നെ ശത്രുക്കളെ പകുതിയായി തളർത്തിയിരുന്നു. പേര് കേൾക്കുമ്പോ തന്നെ പേടിയാണ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പേടിച്ച് മാത്രമല്ല, അയാൾ വിറക്കാൻ തുടങ്ങി, കയ്യിലുള്ള വാള് താഴെയുണ്ട്. അപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വാളെടുത്തു. എന്നിട്ട് നേരെ തിരിച്ചതേ ചോദ്യം ആ മനുഷ്യനോട്, നേരെ തിരിച്ചുള്ള ചോദ്യം. വാള് കയ്യിൽ പിടിച്ച് ഹബീബായ തങ്ങൾ ചോദിച്ചു, മനുഷ്യ, ഇപ്പൊ വാള് മുഹമ്മദിന്റെ കയ്യിലാണ്, വാള് മുഹമ്മദിന്റെ കയ്യിലാണ്, എന്നെ ഇപ്പൊ ആര് രക്ഷിക്കും എന്ന് അയാളോട് ചോദിച്ചു. റസൂലുള്ളാഹി തങ്ങളുടെ ആ ശബ്ദ ഗാംഭീര്യതയുടെ മുന്നിൽ കയ്യിൽ പിടിക്കുന്ന വാള്, അല്ലെങ്കിൽ തന്നെ റസൂലുള്ളാഹി തങ്ങൾക്ക് ശത്രുക്കൾക്ക് കാണുമ്പോൾ തന്നെ പേടിയാണ്. അബൂജഹലൊക്കെയും വലിയ ഉഷാറായിട്ട് വന്നിട്ട് റസൂലുള്ളാഹി തങ്ങളെ കാണുമ്പോൾ തന്നെ പേടിച്ചോടിയതാണ്, അല്ലെ? അപ്പൊ ഹബീബായ തങ്ങൾ ചോദിക്കുമ്പോ ആ മനുഷ്യൻ ബെഞ്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട്, ആര് രക്ഷിക്കാനാ? മുഹമ്മദേ, നീ എന്നെ രക്ഷിക്കണം. കൊല്ലാൻ വേണ്ടി വന്നാളാ, വാള് പിടിച്ച ആളാ. ഹബീബായ തങ്ങളുടെ കയ്യിൽ വാളെത്തി എത്തിപ്പെട്ടപ്പോ ആ പാവപ്പെട്ട മനുഷ്യനോട് മാപ്പ് കൊടുത്ത് തിരിച്ചുവിട്ട നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പറഞ്ഞത്, റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവം അതാണ്. ഇതങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, അമ്മ നരമക്ക, എന്നെ ആരക്രമിച്ചാലും ആ ആക്രമിച്ച മനുഷ്യർക്ക് മാപ്പ് ചെയ്ത് കൊടുക്കണം. തിരിച്ചക്രമിക്കാനല്ല വേണ്ടത്, തിരിച്ചു കുറ്റം പറയാനല്ല വേണ്ടത്, തിരിച്ചവനെ വേദനിപ്പിക്കാനല്ല വേണ്ടത്, പിന്നെയോ അഫു ചെയ്ത് കൊടുക്കണം. അതാണ് ഹബീബായ തങ്ങളുടെ ഏറ്റവും വലിയ സ്വഭാവം. ഈ റബീഉൽ അവ്വൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാറ്റം അതാണ്. കുറെ സ്വലാത്തും കുറെ മൗലിദും പ്രകീർത്തനങ്ങളും ഇതൊക്കെ നമ്മുടെ നാവിലൂടെ ചെല്ലുമ്പോ അതിന്റെ ഒരു ബന്ധം നമ്മുടെ കൽബിലേക്ക് എത്തണം, നമ്മുടെ കൽബിലേക്ക് എത്തണം. ആ രൂപത്തിലുള്ള ഒരു സ്വഭാവം നമുക്കുണ്ടാകണം. ആക്രമിച്ച ആളുകളെ മുഴുവൻ തിരിച്ചക്രമിക്കുക എന്നത് അത് നല്ല സ്വഭാവമല്ല. മഹാനായ സയ്യിദുനാ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു, ആശിഖുർ റസൂൽ, അദ്ദേഹത്തിന്റെ പേര് തന്നെ ആശിഖുർ റസൂൽ, നബി തങ്ങളെ ഇഷ്ടി വെച്ച ആളുതാണ്. അപ്പോ ആ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ആയാത്ത കാലത്ത് ഒരു ഭ്രാന്തനെ പോലെ ജീവിച്ച ആളാണ്. അതവൻ ദുനിയാവ് ഫുള്ളായിട്ട് വെടുത്തി, ദുനിയാവിനോടുള്ള ഇഷ്ടമില്ല, ദുനിയാവിനോടുള്ള സ്നേഹമില്ല. അപ്പൊ അങ്ങനത്തെ ആളുകൾ അവരെ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോവും ഒരു ഭ്രാന്തനാണ്, മജ്നൂനുകളാണെന്ന് തോന്നിപ്പോവും. അപ്പൊ മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ഏതെങ്കിലും ഒരു വഴിയിലൂടെ നടന്നുപോയാൽ അക്കാലത്തിലുള്ള ചെറിയ ചെറിയ മക്കളൊക്കെയും ഉവൈസ് റളിയല്ലാഹു അൻഹുവിനെ കല്ലെറിയും, ഉവൈസ് റളിയല്ലാഹു അൻഹു കല്ലെറിയും, ഭ്രാന്തൻ എന്ന് വിളിക്കും. പക്ഷേ ആ സമയത്തൊക്കെയും മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു മക്കളോട് തിരിച്ചങ്ങോട്ട് കാണിച്ചത് പുഞ്ചിരിയായിരുന്നു. ഭ്രാന്തൻ എന്ന് വിളിച്ചവരോട്, കല്ലെറിഞ്ഞവരോട്, മക്കളെ കല്ലെറിയുമ്പോ മഹാനായ ഉവൈസ് തങ്ങൾ അവരോട് പറയുമത്രേ, മക്കളെ കല്ലെറിഞ്ഞാൽ പ്രശ്നമില്ല, പക്ഷെ എറിയുമ്പോ വലിയ കല്ലെറിയണ്ട, ചെറുതെറിഞ്ഞാൽ മതി, വലിയ കല്ലെറിയണ്ട, ചെറിയ കല്ലെറിഞ്ഞാൽ മതി. എന്തിന്? വലിയ കല്ലെറിഞ്ഞാൽ നൊമ്പലാവുന്നല്ല, വേദനയാവുന്നല്ല. ഉവൈസ് തങ്ങൾ അവരോട് പറയുമായിരുന്നു, നിങ്ങൾ വലിയ കല്ലെറിഞ്ഞാല് എന്റെ കയ്യിലുണ്ടായാലും കാലിലൊക്കെ ചോര വരും, ചോര വന്നാല് പിന്നെ എനിക്ക് വുളൂ ചെയ്യാൻ പറ്റൂലല്ലോ. അള്ളാന്റെ മുന്നിൽ നിസ്കരിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ ഫുള്ളായിട്ട് വുളൂ എടുത്തിട്ട് നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റൂലല്ലോ.
അപ്പൊ ചെറിയ കല്ലെറിഞ്ഞാലോ പ്രശ്നമല്ല, വലിയ കല്ലെറിയണ്ട. ഇതാണ് മഹാനായ വൈസുൽ ഖർണിയുള്ളവൻ. അദ്ദേഹത്തിന്റെ പേരാണ് ആശിഖുർ റസൂൽ. നമുക്ക് ഇന്നും ഒരാളുണ്ട് ആശിഖുർ റസൂൽ എന്ന് പേര് മാത്രമാണ്. ഉള്ളില് റസൂലുള്ളാഹി ഞങ്ങൾ ഒരിക്കലും കടക്കാത്ത ആളുകളാണ്. അപ്പോ അങ്ങനെ ഒരുപാട് മഹാനായ ശിബിലിമ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ മക്കളും കല്ലരും മക്കളെ വന്നിട്ട് വേദനിപ്പിക്കും. അപ്പൊ ഇമാമ് അങ്ങോട്ട് ചിരിച്ചു കൊടുക്കാനായിരുന്നു. വേദനിപ്പിക്കുമ്പോ അങ്ങോട്ട് ചിരിക്കാനായിരുന്നു. അപ്പൊ നാട്ടുകാരായിരിക്കും, അല്ല ശിബിലിമാമേ, നിങ്ങളെ ഇത്രയെല്ലാം ഒന്ന് വേദനിപ്പിക്കുമ്പോ നിങ്ങൾ എന്തിനാ ചിരിച്ചു കൊടുക്കുന്നത്? അപ്പൊ മഹാനായ ശിബിലിമ പറയും, അത്രേ നിങ്ങൾക്കറിയില്ലേ, ഏതെങ്കിലും നല്ല പഴുത്ത ഒരു മാങ്ങയുടെ മരം, ആ മരത്തിന്റെ അടിയിൽ പോയി മക്കളെ ഒരു മാങ്ങ കിട്ടാൻ വേണ്ടിയിട്ട് കല്ലരും മരത്തിനെ വേദനിപ്പിക്കും. പക്ഷെ വേദനിപ്പിച്ചാലോ മരം തിരിച്ച് വേദനിപ്പിക്കാനല്ല, നല്ല മധുരമുള്ള മാങ്ങയല്ലേ അവർ കൊടുക്കുന്നത്. കല്ലെറിഞ്ഞിട്ട് മരത്തിനെ വേദനിപ്പിക്കുമ്പോ തിരിച്ച് മാങ്ങന്റെ മരം അവർക്ക് നല്ല മധുരമുള്ള മാങ്ങ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ മാങ്ങയെ മരത്തിനേക്കാൾ അള്ളാഹു ഏറ്റവും നിയമത്തിൽ തന്ന ആളല്ലേ ഞാൻ. മനുഷ്യനല്ലേ മരത്തിനേക്കാൾ വരും. അപ്പൊ ഒരു മനുഷ്യൻ എന്നെ വേദനിപ്പിക്കുമ്പോ ഞാൻ അങ്ങോട്ട് തിരിച്ചിരിക്കാനല്ലാതെ അവരെ വേദനിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച മഹാനായ ശിബിലി റളിയല്ലാഹു അൻഹു. ഇതൊക്കെയും ഹബീബായ തങ്ങളുടെ സ്വഭാവമായിരുന്നു. ഇങ്ങോട്ട് ആക്രമിച്ചവരെ ചിരിച്ചുകൊണ്ട് സന്തോഷിപ്പിച്ചുകൊണ്ട് അയച്ച നേതാവാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു സ്വഭാവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അത് വലിയ ഭാഗ്യമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സുന്നത്ത്, അവിടുത്തെ ചര്യ, അവിടുത്തെ ജീവിതം, അത് ആ ജീവിതമായി നമ്മുടെ ജീവിതങ്ങളാക്കി മാറ്റാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാഹ്. പ്രചോദനെ ഒരുപാട് സുന്നത്തുകൾ ഹബീബായ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നവരാണല്ലോ. അതിന്റെ ഹൈറായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നൽകണേ അല്ലാഹ്. ഞങ്ങളുമായി ഒരുപാട് ആളുകൾ പല ഹലാലായ മുറാദുകൾ പറഞ്ഞു വസിയത്ത് ചെയ്തവരുണ്ട്. പടച്ചോനെ ആരൊക്കെ ഞങ്ങളുമായി വസിയത്ത് ചെയ്തോ അവരുടെ എല്ലാ ഹലാലായ മുറാദുകൾ നീ ആശയാക്കി കൊടുക്കണേ അല്ലാഹ്. അവരുടെ ബേജാറുകൾ പരിഹരിക്കണേ അല്ലാഹ്. അവരുടെ രോഗങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവരുടെ കടങ്ങൾ വിട്ടുകൊടുക്കണേ അല്ലാഹ്. മക്കളെ കൊണ്ട് ബേജാറായ ആളുകൾ പടച്ചവനെ മക്കളെ കൊണ്ട് നീ ഇസ്സത്ത് അവർക്ക് നൽകണേ അല്ലാഹ്. മക്കളില്ലാതെ ബേജാറായ ആളുകൾക്ക് ഹൈറായ മക്കളെ നൽകണേ അല്ലാഹ്. ഒരുപാട് ഗർഭിണികളായ സഹോദരിമാർ നമ്മുടെ നാട്ടിലും നമ്മുടെ വീടുകളിലും വസിയത്ത് ചെയ്തവരുടെ വീടുകളിലുമുണ്ട്. പടച്ചോനെ നിന്റെ സമയമാകുമ്പോ ഒരു പ്രയാസവും ഇല്ലാതെ അവരെ നീ സലാമത്താക്കണേ അല്ലാഹ്. സലാമത്താക്കണേ അല്ലാഹ്. പടച്ചോനെ ഗൾഫിലും മറ്റും അധ്വാനിക്കുന്ന നമ്മുടെ കുടുംബങ്ങളും നാട്ടുകാർ സ്നേഹിതന്മാർ അവർ ചെയ്യുന്ന ജോലി, അവരുടെ ബിസിനസ്, അവരുടെ ഏർപ്പാടുകൾ, അവർ അധ്വാനിക്കുന്നവരുടെ വാഹനങ്ങൾ എല്ലാത്തിലും വലിയ ഹൈറും ബറക്കത്തും സന്തോഷവും നിലനിർത്തുന്ന ഒരു അപകടത്തിലും അവരെയോ ഞങ്ങളെയോ നീ പെടുത്തല്ലേ അല്ലാഹ്. പെടുത്തുന്നതിനുള്ള മരണം അവർക്കോ ഞങ്ങൾക്കോ നീ തരണ്ടേ റബ്ബേ. കടലിലും കരയിലും പോയി അധ്വാനിക്കുന്ന എത്രയോ നാട്ടുകാരുണ്ട് അല്ലാഹ്. എല്ലാ സമയത്തും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് ഓരോരുത്തർക്കും നൽകണേ അല്ലാഹ്. കാവൽ നൽകണേ റബ്ബേ. ആരെയും ചെറിയൊരു അപകടത്തിൽ പോലും നീ പെടുത്തല്ലേ അല്ലാഹ്. നമ്മെ മരിച്ചുപോയ നമ്മുടെ ഒരുപാട് കുടുംബങ്ങളും ഈ പള്ളിയുടെയും നമ്മുടെ ജമാഅത്ത് പള്ളിയുടെ, അതുപോലെ നമ്മുടെ മുഗറാട് എന്ന് പറയുന്ന വിശാലമായ പള്ളിയുടെ പല പള്ളികളുടെ ചുറ്റുഭാഗങ്ങളിൽ, അതുപോലെ പല നാടുകളുടെ പള്ളികളുടെ പരിസരങ്ങളിലും നമ്മുടെ കുടുംബങ്ങളും നാട്ടുകാരും സ്നേഹിതന്മാരും ഉസ്താദന്മാരും ഞങ്ങളെ സഹായിച്ചവരുമായ പലരും എന്ന ഖബറിലാണല്ലോ. അവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. പ്രത്യേകിച്ച് ഇന്നലെ ദഫൻ ചെയ്യപ്പെട്ട സുഹറ എന്ന പേരുള്ള ആ പാവപ്പെട്ട ഉമ്മടക്കം എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകല്ലോ. റഹ്മത്ത് നൽകണേ റബ്ബേ. ഖബർ വെളിച്ചമാക്കണേ അല്ലാഹ്. ഖബർ വിശാലമാക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഹഖി യാ നബി സലാം അലൈക്കും സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സലാവത്തുല്ലാഹി അലൈക്കും ഹസ്ബുനല്ലാഹു ونعم الوكيل نعم المولى حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير صلى الله على محمد صلى الله عليه وسلم صلى الله عليه وسلم
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു